യോഗയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാനൊരു കഥ പറയാം. കഥയല്ല, ഇത് 2015 സുബ്രഹ്മണ്യൻ സ്വാമി വാർത്താസമ്മേളനത്തിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ പറഞ്ഞ സംഭവമാണ്. അതായത് അമേരിക്കയിൽ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമിക്കപ്പെട്ടു. നമുക്കറിയാം, ആ 2 ടവറുകളും വിമാനം ഇടിച്ച് തകർത്തതിന് ശേഷം അമേരിക്കയിലേക്ക് ആളുകൾ വരുന്നതിന് കർശനമായ പരിശോധനകൾ ഏർപ്പെടുത്തി. എല്ലാവർക്കും അറിയാം, ഇപ്പോൾ തന്നെ പരിശോധന അതിൻ്റെ പാരമ്യത്തിലാണ്. മുമ്പും അങ്ങനെയായിരുന്നു, പക്ഷേ അത് വളരെ കൂട്ടി ഈ ആക്രമണത്തിന് ശേഷം. അങ്ങനെ ഇരിക്കെ 2001 സെപ്റ്റംബർ മാസം ഒരു ചെറുപ്പക്കാരനും യുവതിയും അമേരിക്കയിലെ ബോസ്റ്റണിലുള്ള ലോഗൺ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വരുന്നു. അവരെ FBI പരിശോധിക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ പക്കൽ മയക്കുമരുന്നുകൾ ഉണ്ടായിരുന്നു. ഏതാണ്ട് $100,000 ഉണ്ടായിരുന്നു. അവരെ 1 മണിക്കൂർ FBI കസ്റ്റഡിയിലെടുത്തു. കൂടെ ഉണ്ടായിരുന്ന യുവതി കൊളംബിയൻ ഡ്രഗ് കാർട്ടൽ എന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന് സംഘത്തിൻ്റെ, കൊളംബിയയിലെ മയക്കുമരുന്ന് സംഘത്തിൻ്റെ തലവൻ്റെ മകളായിരുന്നു. ആ പിടികൂടപ്പെട്ട ചെറുപ്പക്കാരൻ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകനായിരുന്നു. ഉടനെ അയാളുടെ അമ്മ സർക്കാരിലെ ഉന്നതനായ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ബ്രിജേഷ് മിശ്രയെ വിളിക്കുന്നു. ബ്രിജേഷ് മിശ്ര എന്ന് പറയുന്ന ആൾ വാജ്പേയി പ്രധാനമന്ത്രി ആയതിനു ശേഷം NSA ആയ ആളാണ്. ഇന്ത്യയുടെ ആദ്യത്തെ NSA ആണ്, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറാണ്. ഇന്നിപ്പോൾ അജിത് ഡോവൽ ഇരിക്കുന്ന അതേ സീറ്റ്. അദ്ദേഹത്തെ വിളിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ DP മിശ്ര നേരത്തെ മധ്യപ്രദേശിലെ മുഖ്യമന്ത്രിയായിരുന്നു, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. പക്ഷേ ബ്രിജേഷ് മിശ്ര BJP-കാരനായിരുന്നു. പിന്നീട് ഈ പറഞ്ഞതുപോലെ ദേശീയ സുരക്ഷാ അഡ്വൈസറായി. ബ്രിജേഷ് മിശ്രയെ വിളിച്ച ഈ ചെറുപ്പക്കാരൻ്റെ അമ്മയുടെ പേര് സോണിയാഗാന്ധി എന്നാണ്. സോണിയാഗാന്ധിയുടെ മകനായ രാഹുൽ ഗാന്ധിയാണ് ബോസ്റ്റൺ ലോഗൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ FBI പിടിയിലായത്. ഇങ്ങനൊരു വാർത്ത ഇന്ത്യയിൽ പരന്നു. ഇത് സുബ്രഹ്മണ്യ സ്വാമി ആവർത്തിച്ചു. ഇതിനകത്ത് സ്ഥിരീകരിക്കപ്പെട്ട സംഭവം എന്ന് പറയുന്നത്, ബോസ്റ്റൺ എയർപോർട്ടിൽ വെച്ച് രാഹുൽ ഗാന്ധിയെ FBI 1 മണിക്കൂർ തടഞ്ഞു നിർത്തി എന്നത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ബാക്കിയൊക്കെ ഊഹങ്ങളാണ്, പ്രചാരണങ്ങളാണ്, വ്യാജമാണെന്ന് വരെ പറയുന്നുണ്ട്. അതിൻ്റെ നിജസ്ഥിതി ഉറപ്പുവരുത്താനുള്ള ഡോക്യുമെൻറ്റ്സ് ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് അത് വ്യാജം എന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷേ അതിനകത്ത് ഈ കഥയുടെ അന്തർധാര അല്ലെങ്കിൽ ത്രെഡ് എന്ന് പറയുന്നത്, രാഷ്ട്രീയമായി വൈരികളാണ് BJP-യും കോൺഗ്രസും. പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു നേതാവിന്, ഇന്നത്തെ പ്രതിപക്ഷ നേതാവിന് ഒരാവശ്യം വന്നപ്പോൾ അന്നത്തെ കോൺഗ്രസിൻ്റെ അധ്യക്ഷയായ സോണിയാഗാന്ധി BJP സർക്കാരിൻ്റെ സഹായം തേടുന്നു. പ്രധാനമന്ത്രി നേരിട്ട് തന്നെ വിളിച്ച് FBI കസ്റ്റഡിയിൽ നിന്ന്, മയക്കുമരുന്ന് കേസിൽ വലിയ തുക കൈവശം വെച്ചാലൊക്കെ അമേരിക്കയിൽ ഒരുപാട് വർഷം തടവ് കിട്ടുന്ന ശിക്ഷയാണ്, അതിൽ നിന്ന് രാഹുൽ ഗാന്ധി ഇറക്കിക്കൊണ്ടുവന്നു എന്നാണ് ഈ കഥയുടെ കാതൽ. അത് ശരിയോ തെറ്റോ എന്തോ ആവട്ടെ, നമുക്ക് തെളിയിക്കാനുള്ള രേഖകളൊന്നുമില്ല. ഇത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കഥയാണ്. സുബ്രഹ്മണ്യം സ്വാമി ഔദ്യോഗികമായി പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട്. സ്വാമിക്കെതിരെ ആരും കേസും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഈ കഥ ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നതല്ല, സോണിയാഗാന്ധി കോൺഗ്രസ്സുകാർ BJP-യുടെ സഹായം തേടി എന്നുള്ളതാണ്. അപ്പം നമുക്കറിയാം, നമ്മൾ ഈ പരസ്പരം കൊല്ലാൻ നിൽക്കുന്ന, വാഗ്വാദം നടത്തുന്ന പല രാഷ്ട്രീയ പാർട്ടിക്കാരും ഒരാവശ്യം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കും. അങ്ങനെ ഉള്ള ഒരു സിദ്ധാന്തത്തിൻ്റെ ഭാഗമായി രാഹുൽ ഗാന്ധിയെ അന്ന് വാജ്പേയി രക്ഷിച്ചോ? ബ്രിജേഷ് മിശ്ര വഴി സോണിയാഗാന്ധി സമ്മർദ്ദം ചെലുത്തിയപ്പോൾ, ഈ അദ്ദേഹത്തിൻ്റെ പിതാവ് DP മിശ്ര മരിച്ചപ്പോൾ മകൻ NSA ആയിരുന്നിട്ട് പോലും, BJP-യുടെ NSA ആയിരുന്നിട്ട് പോലും സോണിയാഗാന്ധി അന്ത്യോപചാരം അർപ്പിക്കാൻ പോയിരുന്നു. പിന്നീട് ഈ പറയുന്ന സംഭവം ഉണ്ടായതിനു ശേഷം അതിന് ബ്രിജേഷ് മിശ്രയോടുള്ള കടപ്പാട് കാണിക്കാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല. എന്തൊക്കെ വ്യാഖ്യാനങ്ങൾ പലതുണ്ടാവും. ഏതായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പരസ്പരം സഹായിക്കും. ഇതുപോലെ ഒരു സഹായം കഴിഞ്ഞ ദിവസം നടന്നു. അത് പറയാനാണ് ഞാൻ ഈ പഴയ കഥ പറഞ്ഞത്. അതായത്, ഇപ്പോൾ സവർക്കർ വലിയ വിവാദത്തിലാണ്. സവർക്കറുടെ പേരിൽ വലിയ വിവാദം കേരളത്തിലാണ്. സവർക്കറെക്കുറിച്ച് നിങ്ങൾ എന്ത് ആക്ഷേപം പറഞ്ഞാലും ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ കിടന്ന രാഷ്ട്രീയ പ്രവർത്തകൻ, സ്വാതന്ത്ര്യ സമര സേനാനി സവർക്കർ തന്നെയാണ്. സവർക്കർ ഷൂ നക്കാനൊന്നും പോയിട്ടില്ല. അത് കേരളത്തിൽ മലയാളികൾ ഉണ്ടാക്കിയ ഒരു കഥയാണ്. നമ്മുടെ പ്രിയദർശൻ്റെ സിനിമ കാലാപാനി എന്നുള്ള സിനിമയിൽ സവർക്കർ ഉണ്ട്. പക്ഷേ മോഹൻലാൽ അഭിനയിച്ച മറ്റൊരു കഥാപാത്രം ബ്രിട്ടീഷുകാരൻ്റെ ഷൂ നക്കുന്ന ഒരു സീനുണ്ട്. അത് സവർക്കർ ഷൂ നക്കി എന്ന തരത്തിൽ പ്രചരിപ്പിച്ച് ആത്മരതി കൊള്ളുകയാണ് കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വാതന്ത്ര്യ സമരത്തിൽ എവിടെയായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരത്തെ തള്ളിപ്പറഞ്ഞു. സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് ദേശീയപതാക ഉയർത്തിയില്ലെന്ന് മാത്രമല്ല, ഇത് സ്വാതന്ത്ര്യമല്ല എന്ന്
പ്രഖ്യാപിക്കുകയും കൽക്കട്ട തീസിസ്, രണദേവയുടെ കൽക്കട്ട തീസിസ് കൊണ്ടുവന്നിട്ട് സ്വായുധ വിപ്ലവത്തിലൂടെ അധികാരം പിടിച്ചെടുക്കണം എന്നൊക്കെ പറഞ്ഞാണ്. അങ്ങനെയാണ് തെലങ്കാനയിലൊക്കെ വലിയ കൂട്ടക്കൊല നടക്കുന്നത്. സ്വാതന്ത്ര്യത്തെ കമ്മ്യൂണിസ്റ്റുകൾ അംഗീകരിച്ചിട്ടില്ല. സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തിട്ടുണ്ട്. ദേശാഭിമാനി പത്രം പോലും ബ്രിട്ടീഷുകാരൻ്റെ കാശ് മേടിച്ചുണ്ടാക്കിയ പത്രമാണ്. ഇതൊക്കെ തെളിയിക്കപ്പെട്ടതും ഡിബേറ്റിലൂടെ കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിൽ പരാജയപ്പെട്ടു പോയതുമായ കാര്യമാണ്. പക്ഷെ സവർക്കർ അങ്ങനെയല്ല. സവർക്കർ മാപ്പെഴുതി കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. നീ മാപ്പെഴുതി കൊടുത്തിട്ട് പുറത്ത് വന്നിട്ട് സവർക്കർ എന്താ ചെയ്തത്? സവർക്കർ ലക്ഷറി ലൈഫ് നടത്തിയോ? സവർക്കർ ജയിലിൽ കിടക്കുന്ന സവർക്കർ മാപ്പെഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്ന സിമ്പിൾ ലോജിക്ക്, മാപ്പെഴുതി കൊടുത്ത് പുറത്ത് വന്നിട്ട് പിന്നെയും സമരം ചെയ്യും, പിന്നെ അകത്തോട്ട് പോകും, പിന്നെയും പുറത്ത് വന്ന് സമരം ചെയ്യും, പിന്നെ അകത്തോട്ട് പോകും. ജയിലിൽ കിടക്കുന്നതിലും ഭേദം പുറത്തിറങ്ങി സമരം ചെയ്യുകയാണ് നല്ലത് എന്ന് ഞാനാണെങ്കിലും തീരുമാനിച്ചേരെ. ഏതായാലും അവിടെ നിൽക്കട്ടെ. സവർക്കർ ഇങ്ങനെ മാപ്പെഴുതി ബ്രിട്ടീഷുകാരുടെ പെൻഷൻ പറ്റിയ ആളാണ് എന്നൊക്കെ 2022 ഭാരത് ജോഡോ യാത്ര നടത്തുമ്പോൾ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചു. ബ്രിട്ടീഷിൻ്റെ സേവകനായിരുന്നു, പെൻഷൻ പറ്റിയ ദേശദ്രോഹി എന്നൊക്കെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം. ഇതിനെതിരെ കേസ് വന്നു എന്ന് മാത്രമല്ല, കോടതി രാഹുൽ ഗാന്ധിക്ക് സമൻസ് അയച്ചു. രാഹുൽ ഗാന്ധി നേരെ ഹൈക്കോടതി പോയി. ഹൈക്കോടതി പോയപ്പോൾ ഹൈക്കോടതി പറഞ്ഞു മജിസ്ട്രേറ്റ് കോടതിയുടെ നടപടി ശരിയാണ്, തുടരാം എന്ന് പറഞ്ഞു. രാഹുൽ ഗാന്ധി ഉടനെ സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി പോയപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങൾ, നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ മുക്കിയ ഒരു സംഭവമാണ് ഉണ്ടായത്. ജസ്റ്റിസ് ദീപാങ്കർ ദത്തയുടെ മുമ്പാകെയാണ് കേസ് വന്നത്. ജസ്റ്റിസ് ദീപാങ്കർ ദത്ത രാഹുൽ ഗാന്ധിയെ വലിച്ചു കയറി ഭിത്തിയിലും കുട്ടിച്ചു. എന്നിട്ട് പറഞ്ഞു, രാഹുൽ ഗാന്ധി നിങ്ങൾ ഉത്തരവാദപ്പെട്ട ഒരാളാണ്, നിങ്ങൾ ചരിത്രം അറിയാതെ സംസാരിക്കരുത്, ചരിത്രം പഠിക്കണം. ആരാണ് സവർക്കർ എന്ന് ചരിത്രത്തിലുണ്ട്, അത് നിങ്ങൾ അറിയണം. നിങ്ങളുടെ മുത്തശ്ശിയുണ്ടല്ലോ വീർ സവർക്കർ എന്ന് പറഞ്ഞ് സവർക്കറെ ആദരിക്കുകയും സവർക്കറുടെ പേരിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഔദ്യോഗികമായി സ്റ്റാമ്പും സ്മരണിക കവറും ഇറക്കിയിട്ടുണ്ട്. നിങ്ങളുടെ മുത്തശ്ശിയാണ്, നിങ്ങളുടെ മുത്തശ്ശി സവർക്കറെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾ ഓർമ്മിക്കണം എന്നൊക്കെ പറഞ്ഞ് കൊലവിളിച്ചു എന്ന് മാത്രമല്ല, വൈസ്രോയ്ക്ക് എഴുതിയ കത്തിൽ യുവർ ഫെയ്ത്ത്ഫുൾ സർവൻറ്റ് എന്ന് സവർക്കർ എഴുതി എന്നല്ലേ നിങ്ങൾ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധി കോൺഗ്രസ് നേതാവല്ലേ? മഹാത്മാഗാന്ധി വൈസ്രോയ്ക്ക് എഴുതിയ കത്തിലും ഇതേ വാചകമുണ്ട്, യുവർ ഫെയ്ത്ത്ഫുൾ സർവൻറ്റ്, നിങ്ങളുടെ വിശ്വസ്ത സേവകൻ. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്ന് നമ്മൾ കത്തെഴുതുമ്പം എഴുതി വെക്കാറുണ്ടായിരുന്നു. ഇപ്പോഴാണ് റിഗാർഡ്സ് എന്നൊക്കെ എഴുതി അവസാനിപ്പിക്കുന്നത്. നിങ്ങളുടെ വിശ്വസ്തൻ, നിങ്ങളുടെ വിശ്വസ്ത സേവകൻ എന്ന് സവർക്കർ മാത്രമല്ല മഹാത്മാഗാന്ധിയും എഴുതിയിട്ടുണ്ട്. അത് ഇംഗ്ലീഷിൽ കത്തെഴുതുന്നതിൻ്റെ ഒരു ഫോർമാറ്റാണ്. ഇത് നിങ്ങൾക്കറിയില്ലേ എന്ന് പറഞ്ഞ് ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾ ചരിത്രം പഠിക്കണം. നിങ്ങളുടെ അമ്മൂമ്മ ചെയ്തത് എന്താണ്? അമ്മൂമ്മ വരെ പുകഴ്ത്തിയിട്ടുള്ള ആളാണ് സവർക്കർ. യുവേഴ്സ് ഫെയ്ത്ത്ഫുൾ എന്ന് മഹാത്മാഗാന്ധി വരെ കത്തെഴുതിയപ്പോൾ അങ്ങനെ എഴുതിയിട്ടാണ് ഒപ്പിട്ട് കൊടുത്തിട്ടുള്ളത് വൈസ്രോയിക്ക്. ഇതൊക്കെ പറഞ്ഞ് കോടതി ആഞ്ഞടിച്ചത്. അതോടുകൂടി രാഹുൽ ഗാന്ധി കിടുങ്ങിപ്പോയി കേട്ടോ. നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിലൊക്കെ കുഞ്ഞു വാർത്ത എവിടെയൊക്കെയോ വന്നെങ്കിലായി. പക്ഷേ നമ്മളെപ്പോലുള്ള ഓൺലൈൻ ചാനലുകളൊക്കെ അത് വിശദമായി ചർച്ച ചെയ്തിരുന്നു. പക്ഷേ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ മുക്കി. പക്ഷേ വടക്കേ ഇന്ത്യയിലെ മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയായിരുന്നു. സുപ്രീം കോടതി, ഹൈക്കോടതി പോലുമല്ല, സുപ്രീം കോടതി ജസ്റ്റിസ് ദീപാങ്കർ ദത്തെ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത്. അപ്പോൾ ഒരു കാര്യം തീർച്ചയായിരുന്നു, ആ കേസിൽ രാഹുൽ ഗാന്ധി ശിക്ഷിക്കപ്പെടും. രാഹുൽ ഗാന്ധി ജയിലിൽ പോകും. ജയിലിൽ പോയാൽ നിലവിലുള്ള നിയമപ്രകാരം ഓട്ടോമാറ്റിക്കലി ശിക്ഷിക്കപ്പെട്ട 2 വർഷത്തിന് മേൽ ശിക്ഷിക്കപ്പെട്ട MP സ്ഥാനം പോകും. അപ്പോൾ MP സ്ഥാനം പോയപ്പോൾ, കഴിഞ്ഞ തവണ MP സ്ഥാനം പോയപ്പോഴത്തേക്ക് എന്താ ഇവിടെ പറഞ്ഞ്, രാഹുൽ ഗാന്ധിയുടെ MP സ്ഥാനം കേന്ദ്രം റദ്ദാക്കി. അങ്ങനല്ലെന്നേ, നിയമം അങ്ങനെയാണ്. ഒരാൾ 2 വർഷമോ അതിൽ കൂടുതൽ ശിക്ഷിക്കപ്പെട്ടാൽ ആ മൊമെൻറ്റിൽ, ആ നിമിഷം MP സ്ഥാനം നഷ്ടമാകുമെന്നുള്ള നിയമം UPA ഭരണകാലത്ത് കൊണ്ടുവന്നതാണ്. ആ നിയമപ്രകാരം രാഹുൽ ഗാന്ധിയുടെ MP സ്ഥാനം പോയതിനെ ഇപ്പോഴും പ്രചരിപ്പിക്കുന്നത് എന്താണ്? നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിയുടെ MP സ്ഥാനം റദ്ദാക്കി. അങ്ങനെയല്ല. ഇനി നരേന്ദ്രമോദി 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷിക്കപ്പെടുന്ന ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ടാലും സ്വമേധയാ ആരും റദ്ദാക്കണ്ട, തന്നെ പോവും. ഇതാണ് നിയമം. അതുപോലെ ശിക്ഷ കിട്ടാവുന്ന ഒരു കേസാണ് സവർക്കറുടെ കേസ്. ആ കേസ് വിചാരണ തുടരാമെന്ന് സുപ്രീം കോടതിയും പറഞ്ഞു. അങ്ങനെ കേസ് ഇരിക്കുമ്പോൾ ഹൈക്കോടതിയും പറഞ്ഞ് വിചാരണ തുടരാം എന്നിരിക്കെയാണ് സുപ്രീം കോടതിയിൽ അതിനെതിരെ ഹർജി കൊടുത്ത് രാഹുൽ ഗാന്ധി വലിയ തിരിച്ചടി കിട്ടിയത്. പക്ഷെ കഴിഞ്ഞ ദിവസം നാടകീയമായൊരു സംഭവം ഉണ്ടായി. അതിനു മുമ്പ് പറയേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഉത്തർപ്രദേശ് സർക്കാർ ഈ കേസ് വന്നപ്പോൾ ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ വിശദീകരണം ചോദിച്ചു സുപ്രീം കോടതി. സുപ്രീം കോടതി പറഞ്ഞു,
നിങ്ങൾ സർക്കാരിന് എന്ത് നിലപാടാവുന്നത്? യു പി സർക്കാർ പറഞ്ഞു ഇത് മനഃപൂർവ്വം വിദ്വേഷം പടർത്തുന്ന പ്രസ്താവനയാണ് രാഹുൽ ഗാന്ധി നടത്തിയത് എന്ന് പറഞ്ഞ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് സത്യവാങ്മൂലം കൊടുത്തു, കൗണ്ടർ അഫിഡവിറ്റ് കൊടുത്തു. അപ്പോൾ യു പി സർക്കാർ രാഹുൽ ഗാന്ധിയെ പൂട്ടാൻ തീരുമാനിച്ചു. അപ്പോൾ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി ജയിലിലേക്ക് പോകും എന്ന് ഉറപ്പാകുന്ന സ്ഥിതി. വിചാരണ നടന്നാൽ രാഹുൽ ശിക്ഷിക്കപ്പെടും. 2 വർഷത്തിൽ കൂടുതൽ ഉറപ്പായിട്ടും ശിക്ഷ കിട്ടും. ഇനി തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കുന്നതിന് തടസ്സമുണ്ടാവും, ജയിലിൽ പോകേണ്ടി വരും എന്ന് ഉറപ്പായിരുന്നു. പക്ഷേ നാടകീയമായ ഒരു അട്ടിമറി നടന്നു. ക്രിമിനൽ നടപടിക്രമം CRPC 196 വകുപ്പ് അനുസരിച്ച് ഇത്തരം കേസുകൾ വിചാരണക്കെടുക്കണമെങ്കിൽ സംസ്ഥാന സർക്കാർ ഒരു NOC കൊടുക്കണം. ഈ കേസ് ഈ യു പിയിൽ നിന്നുള്ള MP ആണല്ലോ രാഹുൽ ഗാന്ധി. ഈ കേസിൽ വിചാരണ നടത്തുന്നതിൽ സർക്കാരിന് എതിരഭിപ്രായമില്ല, എതിർപ്പില്ല എന്നൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കണം. യു പി സർക്കാർ അത് കൊടുത്തില്ല, യോഗി കൊടുത്തില്ല. സുപ്രീം കോടതി പോയിട്ട് ഇത് മനഃപൂർവ്വം വിദ്വേഷം പടർത്തുന്ന പ്രയോഗമാണ് രാഹുൽ നടത്തിയതെന്ന് സത്യവാങ്മൂലം കൊടുത്ത അതേ യോഗിയുടെ സർക്കാർ രാഹുൽ ഗാന്ധിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുവാദം കൊടുത്തില്ല. അപ്പോൾ സുപ്രീം കോടതി ഇത് പരിശോധിച്ചിട്ട് പറഞ്ഞ് അല്ല, ഇതിനകത്ത് സംഭവമൊക്കെ ശരിയാണ്, ദീപാങ്കർ ദത്ത ഇങ്ങനെയൊക്കെ പറഞ്ഞതാണ്, അതേ ദീപാങ്കർ ദത്ത പറഞ്ഞു, പക്ഷേ നടപടിക്രമം ഇങ്ങനെയല്ല. യോഗി സർക്കാരിൻ്റെ പ്രോസിക്യൂഷന് കൊടുത്തുള്ള അനുമതി വേണം. ആ അനുമതി കിട്ടാത്തതുകൊണ്ട് ഈ കേസ് മുന്നോട്ട് പോകാൻ കഴിയില്ല. സർക്കാർ അഭിഭാഷകന് ഒന്നും പറയാനുമില്ല. അത് ഞാൻ സർക്കാരുമായി ആലോചിച്ച് ചെയ്യാം എന്ന് സർക്കാർ അഭിഭാഷകൻ പറഞ്ഞപ്പോൾ സുപ്രീം കോടതി പറഞ്ഞാൽ അത് പറ്റത്തില്ല. കാരണം നിങ്ങൾ നേരത്തെ കൗണ്ടർ അഫിഡവിറ്റ് തന്നിട്ട്, സത്യവാങ്മൂലം തന്നിട്ട് ഇത് ഗുരുതരമായ കുറ്റമാണ്, മനഃപൂർവ്വം വിദ്വേഷം പടർത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾ പ്രോസിക്യൂഷനുള്ള അനുമതിയും കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ കേസ് ഇവിടെ തീരുകയാണ് എന്ന് പറഞ്ഞു. മനു അഭിഷേക് സിംഗ്വിയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, മേലിൽ ഈ ആളോട് ഇത്തരം വർത്തമാനങ്ങൾ, ചീഞ്ഞ വർത്തമാനങ്ങൾ പറഞ്ഞ് ചരിത്രത്തെ വളച്ചൊടിച്ച് രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ കഴിഞ്ഞ ഒരു മഹാനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള വർത്തമാനം പറയരുതെന്ന് ഉറപ്പ് തരണം എന്ന് പറഞ്ഞു. മനു അഭിഷേക് സിംഗ് പറഞ്ഞു ഉറപ്പേ എന്ന് പറഞ്ഞു. അതോടുകൂടി കോടതി ആ കേസ് ക്ലോസ് ആക്കി. എന്നിട്ട് വേണമെങ്കിൽ പറയാം മനു അഭിഷേക് സിംഗ്വി അങ്ങനെ ഒരു കേസ് ജയിച്ചു. അതെന്താ അപ്പോൾ അങ്ങനെ ഒരു വർത്തമാനം എന്ന് ചോദിക്കരുത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പറഞ്ഞു, കപിൽ സിബൽ വലിയ വക്കീലല്ലേ, ഏത് കേസ് വന്നാലും കപിൽ സിബൽ വാദിക്കും. കപിൽ സിബൽ രാമജന്മഭൂമി കേസ് വാദിക്കാൻ പോയി, തോറ്റു. കപിൽ സിബൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനെതിരെയുള്ള കേസ് വാദിക്കാൻ പോയി, തോറ്റു. കപിൽ സിബൽ CAA നടപ്പാക്കുന്നതിനെതിരെയുള്ള കേസ് വാദിക്കാൻ പോയി, തോറ്റു. കപിൽ സിബൽ SIR നടപ്പാക്കുന്നതിനെതിരെയുള്ള കേസ് വാദിക്കാൻ പോയി, തോറ്റു. ഇങ്ങനെ ഏത് കേസിലാണ് കപിൽ സിബൽ ജയിച്ചിട്ടുള്ളത്? എഴുന്നേറ്റ് നിന്നാൽ 30 ലക്ഷം രൂപയാണെന്നാണ് പറയുന്നത്. തോക്കുന്ന കേസുകൾ. കാരണം മീഡിയ വഴി വലിയ പ്രൊപ്പഗാൻഡ, വലിയ വാചാടോപമൊക്കെ നടത്തി ബഹളമൊക്കെ വെക്കും. അതുപോലെയാണ് മനു അഭിഷേക് സിംഗ്വിയും. കേസിൻ്റെ റിസൾട്ട് വളരെ കുറവാണ്. അപ്പോൾ മനു അഭിഷേക് സിംഗ്വി ഒരു കേസ് ഇപ്പോൾ ജയിച്ചു എന്ന് പറയാം. പക്ഷേ എൻ്റെ സംശയം, എന്തുകൊണ്ടാണ് ഗുരുതരമായ കുറ്റമാണ് രാഹുൽ ഗാന്ധി ചെയ്തതെന്ന് സത്യവാങ്മൂലം കൊടുത്ത അതേ യോഗി സർക്കാർ രാഹുൽ ഗാന്ധിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഈ കേസിൽ, നിസ്സാര കേസല്ല, സവർക്കറുടെ കേസിൽ പ്രോസിക്യൂഷന് അനുമതി കൊടുക്കാതിരുന്നത്? സോണിയാഗാന്ധി യോഗിയെ വിളിച്ച് കാണുമോ? അതോ ഇനി സാക്ഷാൽ രാഹുൽ ഗാന്ധി തന്നെ ചെന്നിട്ട് മാപ്പാക്കണം, കാക്കണം എന്ന് പറഞ്ഞു കാണുമോ? കാപ്പാക്കണം എന്ന് പറഞ്ഞു കാണുമോ? ഉത്തരം കിട്ടുന്നില്ല. ദുരൂഹതയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് യോഗി വിചാരിച്ച് കാണും, രാഹുൽ ഗാന്ധി ജയിലിൽ പോയാൽ അതോടെ നമ്മുടെ ഭാഗ്യം അവസാനിക്കും. കാരണം ഈ മനുഷ്യൻ പുറത്തുണ്ടെങ്കിലല്ലേ ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും BJPക്ക് വോട്ട് കൂട്ടിത്തരുന്ന പരിപാടിയാണ് രാഹുൽ ഗാന്ധി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇംഗ്ലണ്ടിൽ വെച്ച് മഹാത്മാഗാന്ധിയെ സായിപ്പ് ട്രെയിനിൽ നിന്ന് അടി കൊടുത്ത് ഇറക്കി വിട്ടു എന്ന് പ്രസംഗിച്ച ആളാണ് രാഹുൽ ഗാന്ധി. അതിൽ പ്രതിഷേധിക്കാൻ എൻ്റെ മുത്തച്ഛൻ അലഹബാദ് റെയിൽവേ സ്റ്റേഷനിൽ നെഹ്റു പോയി എന്ന് പ്രസംഗിച്ച ആളാണ്. അന്ന് നെഹ്റുവിന് 3 വയസ്സേ ഉള്ളൂ. രാഹുൽ ഗാന്ധി പറഞ്ഞത് ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിയെ ബ്രിട്ടീഷുകാർ അടിച്ചതിനെ കുറിച്ചാണ് ഇംഗ്ലണ്ടിൽ നിന്ന് പറഞ്ഞത്. പക്ഷേ ആ സംഭവം ഉണ്ടായപ്പോൾ വിദ്യാർത്ഥികളോട് പ്രസംഗിച്ചതാണ്. ചരിത്രം അറിയാവുന്ന വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കാൻ വേണ്ടി മഹാനായ LOP, ലീഡർ ഓഫ് ഓപ്പോസിഷൻ, കുമാർ ചെല്ലപ്പൻ സാറിൻ്റെ ലവർ ഓഫ് പട്ടായ പറഞ്ഞത് എന്താണ്? അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ എൻ്റെ മുത്തശ്ശൻ അലഹബാദ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പാഞ്ഞു ചെന്നു, ഏതെങ്കിലും ബ്രിട്ടീഷുകാരനുണ്ടെങ്കിൽ അവനെ ട്രെയിനിൽ നിന്ന് വലിച്ചിറക്കി ചവിട്ടണം എന്ന് വിചാരിച്ചിട്ട്. ആ മുത്തച്ഛൻ അന്ന് 3 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഇതുപോലും അറിയാത്തൊരു രാഹുൽ ഗാന്ധി ജയിലിൽ കിടക്കുന്നതാണോ പുറത്ത് നിൽക്കുന്നതാണോ BJPക്ക് ഗുണം? യോഗി ഓർത്തത് അതായിരിക്കും. പ്രിയപ്പെട്ടവരെ,
മറ്റു മാധ്യമങ്ങളൊന്നും പറയാത്ത വാർത്തകൾ ഞങ്ങൾ സവിസ്തരം പറയുന്നുണ്ട്. കാരണം ഇന്നലെ മനോരമ പത്രം കണ്ടപ്പോൾ ഇത് വലിയ വാർത്തയായിരുന്നു. സവർക്കറെ ആക്ഷേപിച്ച കേസ് കോടതി തീർപ്പാക്കി. എന്നിട്ട് വലിയൊരു പടം, രാഹുൽ ഗാന്ധിയുടെ പടം. രാഹുൽ ഗാന്ധി എന്തോ ജയിച്ച് ഇങ്ങോട്ട് വന്ന പോലെയാണ്. അല്ലെന്നേ, രാഷ്ട്രീയ ഭിക്ഷ കൊടുത്തു യോഗി ആദിത്യനാഥ്. ചക്ക പോയി നീ പുറത്തു പോയി ഈ അലമ്പത്തരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിൻ്റെ പേര് ഞങ്ങൾക്ക് ഓരോ ദിവസവും വോട്ട് കൂടിക്കൊണ്ടിരിക്കട്ടെ, നീ പുറത്തിരിക്കണം, നീയാണ് BJPയുടെ ഐശ്വര്യം എന്ന് പറഞ്ഞു വിട്ടതായിരിക്കണം. ഇന്ത്യ ലൈവ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ഇപ്പോൾ തന്നെ ചെയ്യണേ.